ഫ്രണ്ട്സേ, ധന്യാണേ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 20 വയസ്സായ കുട്ടിയുടെ മൃതദേഹം ഉണ്ടാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്ക് ഒരു അസുഖമായിട്ട് മരിച്ചതല്ല, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചതല്ല, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വന്നിട്ട് മരിച്ചതല്ല കേട്ടാ. കേവലം ആ അമ്പലത്തിലെ പരിപാടി കാണാൻ പോയതിൻ്റെ പേരിൽ അടിച്ചു കൊന്നതാണ് കേട്ടോ. ആ കുട്ടീനെ അടിച്ചു കൊന്നതാണ്. അതും സമപ്രായക്കാരൊന്നും അല്ല കേട്ടാ. സ്വന്തം അച്ഛനേക്കാൾ പ്രായമുള്ള ഒരു മനുഷ്യനിൽ നിന്ന് കിട്ടിയ ഒരു സമ്മാനം, അതായത് വലിയൊരു വടി കൊണ്ട് തലയിലേക്ക് അടിച്ച് മരണപ്പെടുകയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതും ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് നല്ലോണം നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. വേറൊന്നുമല്ല കേട്ടോ, ഈ പൊങ്കാലയ്ക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ ക്യാമറയിൽ നോക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ചാനലുകളും അല്ലാത്ത മാധ്യമങ്ങളും ഒക്കെ അവിടെ ഭയങ്കര ഇതായിരുന്നു. ആ സമയത്ത് ഓരോ പെണ്ണുങ്ങളുടെ ശരീരഭാഗങ്ങളെ എക്സ്പോസ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യലും പോസ്റ്റ് ഇടലൊക്കെ ആയിരുന്നു. അങ്ങനെ എന്താ പറയുക, തമ്മിൽ ഭയങ്കരമായിട്ട് മത്സര ബുദ്ധിയോടുകൂടി മത്സരിച്ചിട്ടായിരുന്നു പൊങ്കാലയുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഓൺലൈൻ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ ഇപ്പം എവിടെയാണ് എന്നാണ് എൻ്റെ ചോദ്യം. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. തൻ്റെ കൂടപ്പിറപ്പല്ല, തൻ്റെ മതമല്ല, തൻ്റെ വർഗമല്ല, തൻ്റെ ഒരേ സ്ഥലമല്ല, തൻ്റെ പ്രായമല്ലാത്ത ഒരു വ്യക്തി ഈ കുട്ടീനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ മനുഷ്യനായി നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ കഴിയുമെന്ന്. അതാരാണെന്നറിയോ? ബഹുമാനപ്പെട്ട, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബഹുമാനത്തോടെ കൂടെ പറയാൻ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ബഹുമാനം ചേർത്ത് പറയുന്നത് കേട്ടോ. അൻസാരി ഉസ്താദ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഉസ്താദിനെ. ഒരിക്കലും പക്ഷം ചേർന്ന് സംസാരിക്കുന്ന വ്യക്തിയല്ല. തെറ്റ് കണ്ടാൽ തെറ്റ്, അത് സ്വന്തം മതത്തിലാണെങ്കിൽ കൂടെ തെറ്റ് കണ്ടാൽ തെറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അൻസാരി ഉസ്താദ്. ആ ഉസ്താദ് ഈ കുട്ടിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു. ജസ്റ്റ് ഒന്ന് ആ വീഡിയോ കാണാം. മരണപ്പെട്ടിട്ടും ആ കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് രക്തസ്രാവം അവസാനിച്ചില്ലല്ലോ. 20 വയസ്സുകാരൻ്റെ മൃതദേഹമാണ് ഈ കിടക്കുന്നത്. ഒരു നിമിഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. എൻ്റെ അനുജനോ, നിൻ്റെ അനുജനോ, എൻ്റെ ജ്യേഷ്ഠനോ, നിൻ്റെ ജ്യേഷ്ഠനോ, നമ്മൾ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു മനുഷ്യനാണല്ലോ കിടക്കുന്നത്. എന്ത് പറ്റിയാണ് നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇന്ന് രാവിലെ മുതൽ നമ്മുടെ മാധ്യമങ്ങളിലെ ചർച്ച എന്താണെന്ന് നിങ്ങൾക്കറിയും. കണ്ടു നോക്ക്. മൈക്കും കുത്തിപ്പിടിച്ച് കുട്ടിയുടെ വായുടെ ഉള്ളിലേക്ക് കയറ്റുവാണ് മൈക്ക്. എന്താ അറിയോ? 1 രൂപക്ക് ഷൂസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ പ്രഭാതത്തിൽ 4 മണിക്കും 5 മണിക്കും വെളുപ്പിന് എണീച്ച് പോയിരിക്കുകയാണ് ആ ഷൂസ് വാങ്ങാൻ വേണ്ടി. അതിൻ്റെ വാർത്തയാണ് നമ്മുടെ ചാനൽ മുഴുവൻ. പോലീസുകാർ കുട്ടികളെ അടിച്ചോ ഇല്ലെന്നറിയാൻ വേണ്ടി. ഇവിടെ ഒരു പാവപ്പെട്ട കുഞ്ഞിനെ തല്ലിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ച. മനുഷ്യർക്ക് ഒരു ഉപകാരമില്ലാത്ത 100 കണക്കിന് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ മാധ്യമപ്രവർത്തകർ ഈ വീഡിയോ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ആരുടെയെങ്കിലും മക്കളോ കൂടപ്പറപ്പിങ്ങളാണെന്ന് ചിന്തിക്കുക. ആ കുഞ്ഞിൻ്റെ തലയിൽ വലിയ വടി കൊണ്ടടിക്കുമ്പോൾ തലയോട്ടി പൊട്ടുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. ആർക്കെങ്കിലും വേദനയുണ്ടോ? ആർക്കെങ്കിലും 1 മിനിറ്റ് സംസാരിക്കുന്നതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഒരു മനുഷ്യൻ സംസാരിച്ചോ? ഏതൊക്കെ ചാനൽ അതിനെക്കുറിച്ച് ചർച്ച വന്നു? നമുക്ക് കാര്യം, ഒരു കുടുംബത്തിന്റെ അത്താണിയാവേണ്ടവനാണ് ഈ കിടക്കുന്നത് കേട്ടോ. അതും സ്വന്തം വീടിന്റെ മുന്നിലെ കുഴിയിൽ അവനവൻ്റെ സ്വപ്നങ്ങളൊക്കെ മൂടി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പിടി മണ്ണിൽ എന്താ പറയുക, കുഴിച്ചിട്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം അച്ഛനാണെച്ചാൽ തീരെ വയ്യാത്തതാണ്, അമ്മയുണ്ട്, ഏട്ടന്മാരൊക്കെ ഉണ്ട് തോന്നുന്നു. ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് കേട്ടോ. മെയിനായിട്ടുള്ള കാര്യം ഞാൻ പറയാം. കുടി, മദ്യപാനം, ഇതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. മദ്യപിച്ച് കഴിഞ്ഞാൽ സ്വന്തം മകനാണെന്നോ മകളാണെന്നോ ഭാര്യയാണെന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. ഒന്നുമില്ലെങ്കിൽ തെറിവിളി, അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതേപോലെ അമ്പല പരിപാടികളിലേക്ക് പോയി കഴിഞ്ഞാൽ വേലയപൂരം, വെടിക്കെട്ട് പറഞ്ഞ സംഭവങ്ങൾക്കൊക്കെ പോകും കുടിച്ചിട്ട്. എന്നിട്ട് ആരെങ്കിലും മേലെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ആരടാ നീയടാ പറഞ്ഞിട്ട് എടുത്ത് പിടിച്ച് നിൽക്കുക, തല്ലുക, കൊല്ലുക. പിന്നെ അവസാനം ഇതിന് പിന്നിൽ ചീരഴിയേണ്ടത് ആരാണ്? ഒന്നും അറിയാത്ത കുറേ നിരപരാധികളും അതേപോലെ തന്നെ കുറേ കുട്ടികളും അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഈ ഗവൺമെൻറ്റിനെയാണ്. കാരണം ഈ കുടിയാണ് മെയിൻ വിഷയം. ഈ കുടി നിർത്തലാക്കുക. അതേപോലെ അമ്പല പരിപാടികൾക്കൊന്നും കുടിച്ചിട്ട് ആരും പരിപാടിക്ക് വരണ്ട എന്നും പറയേണ്ടത് ഒരു അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. എത്രത്തോളം അത് നടക്കുമെന്ന് അറിയില്ല. കാരണം കുടിയിലാണല്ലോ കാശ് കൂടുതൽ. പണ്ട് കാര്യമില്ല. പക്ഷേ ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ആരും സംസാരിച്ചില്ല. കാരണം ഇതെവിടെയും ന്യൂസായിട്ട് വന്നില്ല എന്ന് അറിയുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്.
ഓൺലൈൻ ചാനലുകളും എന്താ പറയുക മുൻനിരയിൽ നിൽക്കുന്ന മാധ്യമങ്ങളും ഒക്കെ ഇപ്പം എവിടെ പോയി? ഈ ഇതേപോലെയുള്ള ഉസ്താദുമാരൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ അഭിമാനം തോന്നുകയാണ്. കാരണം നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ മരണപ്പെടുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ ചെയ്താൽ, സാധാരണക്കാർ മരണപ്പെടുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയക്കാരൊന്നും അറിയില്ല, സമൂഹ മാധ്യമങ്ങളും അറിയില്ല. ഇതേപോലെ മതം നോക്കാതെ ജാതിവെറി ഇല്ലാത്ത ഉസ്താദുമാരായാലും അല്ലെങ്കിൽ അന്യ മതസ്ഥരായാലും വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന അവരൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ ഒപ്പം. അല്ലാതെ നമ്മുടെ കൂടെ ഒരു ഓൺലൈൻ ചാനലുകാരുണ്ടാവില്ല. കാരണം എന്താ പറയുക, നമ്മളൊന്നും വൈറലല്ലല്ലോ. നമ്മളൊക്കെ വൈറലായാലേ അവർ നമ്മുടെ കടയിലേക്കാണെങ്കിലും നമ്മളുടെ അടുത്തേക്കാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയാലും വരുള്ളൂ. ഇതിപ്പോൾ ഈ കുട്ടിയുടെ മരണത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടാവും ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകാർ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന, ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്ന കുറച്ച് ആളുകളെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ മുൻനിര മാധ്യമങ്ങളൊന്നും വീഡിയോ ചെയ്തതായി കണ്ടിട്ടില്ല. അതുകൊണ്ടൊന്ന് ചോദിച്ചു പോയതാണ് കേട്ടോ. എന്തായാലും ആ കുട്ടിയുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് എല്ലാവരും പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. ചെയ്തവരാരായാലും ശരി, അവന് തക്ക ശിക്ഷ തന്നെ കിട്ടണം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ആ കുട്ടീനെ അടിക്കുന്ന ഒരു ചെറിയൊരു പോർഷൻ ഞാൻ വെക്കാം. ടേന്ന് അടിക്കുന്ന ഒരു സൗണ്ട്, അത് ആ കുട്ടീൻ്റെ തലയൊട്ടി പൊട്ടുന്ന സൗണ്ടാണ് നിങ്ങൾ കേൾക്കുക. നമ്മളൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് ഇത്രയും ദൂരത്തിരുന്ന് നമ്മുടെ ഹൃദയം തന്നെ പൊട്ടുകയാണ്. ഇത്രയും വലിയൊരു അടിയാണല്ലോ ആ കുട്ടിക്ക് കിട്ടിയിരിക്കണത്. എന്നിട്ട് മരിച്ച് എന്താ പറയുക, ആ കുട്ടീനെ വീട്ടിൽ കിടത്തിയ സമയത്തൊക്കെ ആ കുട്ടീൻ്റെ തലയിൽ കൂടെ രക്തം വന്നുകൊണ്ടേയിരിക്കണം. അപ്പം എത്രത്തോളം ആഴത്തിലായിരിക്കും ആ അടി കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. കുടിച്ചാണ്ടല്ലോ മൃഗത്തിനേക്കാൾ മൃഗമായി മാറും.